എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഒരു വാർത്താ വിശകലന വീഡിയോ ആണ്. അപ്പോൾ അതുപോലെ തന്നെ വാർത്തകളല്ല നിങ്ങളിലേക്ക് എത്തിക്കുന്നത്, വാർത്തകൾക്ക് പിന്നിലുള്ള ചില കാര്യങ്ങളെ കുറിച്ചിട്ടും സ്ഥിരമായി ആവർത്തിക്കപ്പെടുന്ന ചില സംഭവങ്ങളുടെ കാരണങ്ങളെ കുറിച്ചിട്ടുമാണ്. ആദ്യം തന്നെ ഒരു വാർത്ത ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. സെപ്റ്റംബർ 13-ാം തീയതിയാണ് ഏറ്റവും ക്രൂരമായിട്ടുള്ള റാഗിംഗ് ആ കോളേജ് ഹോസ്റ്റലിൽ നടന്നത്. ഒന്നാം വർഷ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റൽ മുറിയിലേക്ക് എത്തിയ സീനിയേഴ്സായ 5 പേർ അതിൽ ഒരു വിദ്യാർത്ഥിയുടെ കൈകാലുകൾ കട്ടിലിൽ കെട്ടിയിട്ടു. ശേഷം കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തി പരിക്കേൽപ്പിച്ചു. ആ മുറിവുകളിൽ ലോഷൻ ഒഴിച്ചു. ശബ്ദമുണ്ടാക്കുമ്പോൾ ആ ലോഷൻ വായിലും ഒഴിച്ചു. തുടർന്ന് ഡംബൽ പോലെയുള്ള ഭാരമുള്ള വസ്തു ഒരു വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയത്തിൽ എടുത്തു വെച്ച് പരിക്കേൽപ്പിച്ചു. ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ അരങ്ങേറുമ്പോൾ അതെല്ലാം പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികൾ മൊബൈലിൽ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. ഈ വാർത്ത കേൾക്കുന്ന സാധാരണ ഒരു മനുഷ്യത്വമുള്ള മനുഷ്യന് തോന്നുന്ന ചില സംശയങ്ങളുണ്ട്. എങ്ങനെയാണ് ചില ആളുകൾക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുക? മറ്റൊരു മനുഷ്യന്റെ കൈയും കാലും ബന്ധിച്ചിട്ട് ശരീരം കോമ്പസ് കൊണ്ട് വരഞ്ഞ് ആ ഒരു വേദന കണ്ട് ആസ്വദിക്കാൻ എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നത്? വേദന കൊണ്ട് ആ ഒരു മനുഷ്യൻ കരയുന്ന സമയത്ത് അവന്റെ വായിൽ ബാത്റൂം കഴുകുന്ന ലോഷൻ ഒഴിച്ചു കൊടുക്കാൻ എങ്ങനെ ഇവന്മാർക്ക് സാധിക്കുന്നു? ആ ഒരു മുറിവിൽ വീണ്ടും വേദനിപ്പിച്ച് ആസ്വാദനം കണ്ടെത്താൻ എങ്ങനെ ഇവർക്ക് സാധിക്കുന്നു? നിങ്ങൾക്കുള്ളിൽ ആ ഒരു സംശയം നിലനിന്നോട്ടെ. മറ്റൊരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേരുടെ മരണത്തിനിടയാക്കിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. സംഭവം നടന്ന സ്ഥലത്തിന്റെ അധികാരത്തിലുള്ള ആരാധനകൾ ഏറെ വാങ്ങിയെടുക്കുന്ന അവിടുത്തെ പ്രതിഷ്ഠയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വല്ലയിടത്തും കിടക്കുന്ന വേറെ ലിമിറ്റിലുള്ള പടച്ചോൻ വന്ന് എന്ത് ചെയ്യാനായിട്ടാണ്? ഈ വാർത്ത ഞാൻ ഇവിടെ കാണിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ കയ്യും കാലും കെട്ടിയിട്ട് പീഡിപ്പിച്ച് ആസ്വാദനം കണ്ടെത്തുന്ന ആളുകൾക്ക് ഇടയിൽ നടന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ്. ഒരു മനുഷ്യനെ കയ്യും കാലും കെട്ടിയിട്ട് പീഡിപ്പിച്ച് ആസ്വാദനം കണ്ടെത്തിയ ആളുകളെ കണ്ട സമയത്ത് നിങ്ങളുടെ വൈകാരിക തലങ്ങൾ ഉണർന്നു, നിങ്ങൾക്ക് പ്രതികരിക്കാനായിട്ട് തോന്നി എന്നുണ്ടെങ്കിൽ പലപ്പോഴും പൂരം കാണാൻ പോകുന്ന ഒരു ആനപ്രേമിക്ക് അത് തോന്നുന്നില്ല. ആദ്യത്തെ ആ ഒരു പീഡനം നടത്തിയ, കയ്യും കാലും കെട്ടിയിട്ട് റാഗിങ് നടത്തിയ അവന്മാർ വല്ല ആനപ്രേമികളുടെ മക്കളാണോ എന്ന് തോന്നിപ്പോവും. ഈ ആനപ്രേമി എന്നൊരു വാക്ക് വളരെയധികം വൈരുദ്ധ്യം നിറഞ്ഞൊരു വാക്കാണ്. അവൻ ശരിക്കും പൂരപ്രേമിയാണ്. അവന് പൂരത്തിൽ കുറേയധികം കാഴ്ചകൾ കാണണം. ഇവന്മാരുടെ ആ പൂരത്തിന്റെ കെട്ടിമേളങ്ങൾക്കിടയിൽ കെട്ടിമാറാപ്പു എന്തി തിടമ്പേറ്റി നിൽക്കുന്ന ആ മിണ്ടാ പ്രാണിക്ക് അറിയില്ല ഇത് മറ്റവന്റെ ആസ്വാദനത്തിന് വേണ്ടി അവൻ ചെയ്യുന്നതാണ് എന്നുള്ളത്. അവൻ വളരെ രസമുള്ളൊരു വേർഡ് അവിടെ യൂസ് ചെയ്യും. ഇത് നല്ല ഇണക്കമുള്ള ആനയാണ്, ഇണക്കമല്ല മെരുക്കാണ്. തല്ല് കൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കൊടുത്തോ ഒക്കെ അതിനെ മെരുക്കി വെച്ചിരിക്കുകയാണ്. കൈയും കാലും ചങ്ങലക്കിട്ട് ബന്ധിച്ച് അതിനെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നിർത്തി ലോറിയിൽ ചുമന്നുകൊണ്ട് പോയി മറ്റൊരു സ്ഥലത്ത് എത്തിച്ച് അത് കണ്ട് ആസ്വാദനം കണ്ടെത്തിയിട്ട് അവനെ വിളിക്കുന്നതാണ് ആനപ്രേമി. ബാക്കിയുള്ള എല്ലാ ജീവികളെയും പ്രേമിക്കുന്ന ആളുകൾ, അതിനേക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവർ ആ ഒരു ജീവികളുടെ സ്വൈര്യവിഹാരം ആഗ്രഹിക്കും. അവർക്കതാണ് ഇഷ്ടം. വീട്ടിൽ പട്ടിയെ വളർത്തുന്ന മൃഗസ്നേഹികൾ, പട്ടിയെ വല്ലാതെ ഇഷ്ടമുള്ള ആളുകൾ അതിനെ കെട്ടിയിടാനായിട്ട് ഇഷ്ടപ്പെടാറില്ല. എന്നാൽ ആനപ്രേമിക്ക് അതിനെ കെട്ടി കൂച്ചുവലം കിട്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ട് പ്രദർശിപ്പിച്ചെങ്കിൽ മാത്രമേ അതിനോടുള്ള ഇഷ്ടം കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിനെ മെരുക്കാൻ വേണ്ടി അതിന്റെ കാലിൽ വ്രണം ഉണ്ടാക്കി അതിന്റെ കണ്ണടിച്ച് പൊട്ടിച്ചെങ്കിൽ മാത്രമേ ഈ ആനപ്രേമിക്ക് ഒരു സുഖം ഉണ്ടാകത്തുള്ളൂ. ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആനപ്രേമി എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട്. ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണങ്ങൾ അനിവാര്യമെന്ന് ആവർത്തിച്ചു ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിൽ ഒരു തരത്തിലും ഇളവ് നൽകാനാകില്ല. ആനയില്ലെങ്കിൽ ആചാരങ്ങൾ ഇല്ലാതാകുമോ എന്നും ഹിന്ദുമതം തകരുമോ എന്നും കോടതി ചോദിച്ചു. പരിഹാസ്യമായ വാദങ്ങളാണ് ആന എഴുന്നള്ളിപ്പിന് വേണ്ടി ഉന്നയിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത്. നാട്ടാനകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. കുട്ടികളെ പോലെ സംരക്ഷിക്കേണ്ട ജീവിവർഗമാണ് ആനകൾ. ഉത്സവത്തിനെത്തുന്ന ആളുകളുടെ സുരക്ഷിതത്വം കൂടി പരിഗണിക്കണം. സുരക്ഷാ കാരണങ്ങളാൽ ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണങ്ങൾ അനിവാര്യമാണ്. ആനയില്ലെങ്കിൽ ആചാരങ്ങൾ മുടങ്ങുമോ എന്നും ഹിന്ദുമതം ഇല്ലാതാകുമോ എന്നും ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ, പി ഗോപിനാഥ് എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. വൃശ്ചികോത്സവത്തിന് മാർഗനിർദ്ദേശങ്ങളിൽ ഇളവ് വേണമെന്ന് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ദൂരപരിധി പാലിച്ചാൽ 9 ആനകളെ മാത്രമേ എഴുന്നള്ളിക്കാനാകൂവെന്നും ക്ഷേത്രം ഭാരവാഹികൾ.
എങ്കിൽ 9 ആനകളുടെ എഴുന്നള്ളിപ്പുമായി മുന്നോട്ട് പോയിക്കൂടെ എന്ന് കോടതി. 15 ആനകളെ എഴുന്നള്ളിക്കണമെന്നത് ആചാരമാണോ എന്നും ചോദ്യം. ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ആനകളെ കണ്ടാണ് ആസ്വദിക്കുന്നതെന്ന് പൂരപ്രേമികളെ കോടതി പരിഹസിച്ചു. ആനകൾ തമ്മിലുള്ള 3 മീറ്റർ അകലം ഉത്തമമെന്ന് ആന വിദഗ്ധൻ ഡോക്ടർ PS ഈസ കോടതിയിൽ അറിയിച്ചു. അകലം കുറവാണെങ്കിൽ ആനകൾ അസ്വസ്ഥരാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാർഗനിർദ്ദേശങ്ങളിൽ ഇളവ് വേണമെന്ന് കൊച്ചി ദേവസ്വം ബോർഡും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും ആവശ്യപ്പെട്ടെങ്കിലും ഹൈക്കോടതി അംഗീകരിച്ചില്ല. പല വീഡിയോസിലും ആശയപരമായിട്ടുള്ള സംവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ന്യായീകരിക്കാൻ വരുന്ന ആളുകളെ നമ്മൾ പലപ്പോഴും സ്വാഗതം ചെയ്യാറുണ്ട്, മറുപടികൾ കൊടുക്കാറുണ്ട്. എന്നാൽ ആനപ്രേമി എന്നുള്ള ടാഗിൽ വരുന്ന ഒരൊറ്റ ഒരുത്തിനെ അടുപ്പിക്കേണ്ട ആവശ്യമില്ല. അവൻ ഈ പീഡനം കണ്ട് ആസ്വദിക്കുന്ന ആളാണ്, മൃഗപീഡനം കണ്ട് ആസ്വദിക്കുന്ന ആളാണ്. അവൻ ഒരു തരത്തിലുള്ള വിശേഷണങ്ങളും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അലങ്കാരങ്ങളും ആവശ്യമില്ലാത്തവനാണ് ആനപ്രേമി. അവൻ പൂരപ്രേമിയാണ്, ചോരപ്രേമിയാണ്. ഉത്സവ പറമ്പിൽ ആന ഇടഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ആന ഇടഞ്ഞ് പാപ്പാനെ കൊല്ലുന്ന സമയത്തും ബാക്കിയുള്ള ആളുകളെ കൊല്ലുന്ന സമയത്തും ആ ഒരു ചോര അവിടെ വീഴുന്ന സമയത്തും ലയബിൾ ആവേണ്ടത് ഇതിനു വേണ്ടി വാദിക്കുന്ന ആളുകളാണ്. പൂരത്തിനും അല്ലെങ്കിൽ എല്ലായിടത്തും ആനയെ എഴുന്നള്ളിക്കണം എന്ന് വാദിക്കുന്ന ആളുകളാണ് ലയബിൾ ആവേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരാളെ ഇടിക്കണം എന്ന ആഗ്രഹത്തോടെയല്ല വണ്ടി ഓടിക്കുന്നത്. എന്നാൽ നിങ്ങൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരാളെ ഇടിച്ച് കൊല്ലാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതും ആ വണ്ടി മറ്റൊരാളെ ഇടിച്ച് കൊല്ലുന്നതും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു നരഹത്യയാണ്. അതേപോലെ തന്നെയാണ് ആനയെ എഴുന്നള്ളിപ്പിക്കുന്ന സമയത്ത് എഴുന്നള്ളിപ്പിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്ന, അതിനുവേണ്ടി വാദിക്കുന്ന ആളുകൾ ചെയ്യുന്നതും. അവന്മാർക്ക് കൃത്യമായി അറിയാം ഇങ്ങനെ ആന എഴുന്നള്ളിപ്പിക്കുന്നത് ആനയ്ക്ക് ഇഷ്ടമുള്ള ഒരു സംഗതിയൊന്നുമല്ല. ആനയെ നമ്മളിങ്ങനെ മെരുക്കി നിർത്തിയേക്കുന്നതാണ്. അത് എപ്പോൾ വേണമെങ്കിലും ഡേഞ്ചർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്, ആള് മരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് അവന്മാർക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാലും അവന്മാരുടെ ഒരു ആസ്വാദനത്തിന് വേണ്ടി അകലെ നിന്ന് കാണാമല്ലോ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചിന്ത കൊണ്ട് ഈ ആന എഴുന്നള്ളിക്കുകയാണ്. ശരിക്കും അവന്മാർ ചോരപ്രിയർ തന്നെയാണ്, ആനപ്രിയർ അല്ല. ഇനി ആചാരം, ഇതിൻ്റെ പിന്നിൽ വലിയ ആചാരമൊന്നുമില്ല, ഫുൾ ആസ്വാദനം തന്നെയാണ്. വളരെ സൈക്കോ ആസ്വാദനമാണ് ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾക്കൊക്കെ ഉള്ളത്. ആകെ ഇതിനകത്ത് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവിക രൂപങ്ങൾ ആനയുടെ ഏറ്റവും ഉയരമുള്ള ആനയുടെ മുകളിൽ വെച്ച് കഴിയുമ്പോൾ എല്ലാ ആളുകൾക്കും കാണാം. കാലം മാറുന്നതനുസരിച്ചിട്ട് പരിഷ്കരിക്കപ്പെടേണ്ട ചില രീതികളാണ്. ഇപ്പം ഞങ്ങളൊക്കെ വേലയ്ക്ക് പങ്കെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ വേല രൂപങ്ങൾ നമ്മളിങ്ങനെ തള്ളിയും വലിച്ചും ഒക്കെ കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വലിയ വെയിറ്റ് ആണ്. രഥോത്സവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ കാലാനുസൃതമായിട്ടുള്ള ചില പരിഷ്കാരങ്ങൾ മനുഷ്യന് വേദനിക്കുന്നതുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ പോകുന്ന ദേശത്ത് നിന്ന് ഞങ്ങൾ തള്ളിക്കൊണ്ടാണ് പോകുന്നത്. ഞങ്ങൾ ആൾബലം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കത് സാധിക്കും. എന്നാൽ ചില ദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ട്രാക്ടറിലും അതേപോലെ തന്നെ മറ്റു വണ്ടികളിലുമൊക്കെ കെട്ടിവലിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവർ ആ ഒരു പരിഷ്കാരം അവിടെ വരുത്തി. അതേപോലെ തന്നെ തിടമ്പേറ്റുന്ന കാര്യത്തിലും കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ ആവാം. ഒരു ജീവിയെ തല്ലി മെരുക്കി ചങ്ങലക്കിട്ട് കൂച്ചുവലങ്ങിട്ട് നിർത്തി അതിൻ്റെ മുകളിൽ കയറ്റി വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആചാരം, കിട്ടുന്ന ഒരു ഭക്തി എന്ന് പറയുന്നത് ഒരു സൈക്കോ ഭക്തിയാണ്. ഉയരത്തിൽ കയറ്റിയാലേ ഭക്തി വരത്തുള്ളൂ എന്നുണ്ടെങ്കിൽ വല്ല JCB ഉപയോഗിക്ക്, 50 or 60 JCB നിരത്തിയിട്ടിട്ട് പൊക്ക് അങ്ങോട്ട്, അല്ലെങ്കിൽ ക്രെയിൻ കൊണ്ടുപോവാ. ഏറ്റവും ഉയരത്തിൽ പൊക്കാൻ വരുന്ന ക്രെയിൻ കൊണ്ടുവരുന്ന ആളുകൾക്ക് വല്ല പുരസ്കാരം കൊടുക്ക്. എല്ലാ പൂരപ്രേമികളങ്ങ് മത്സരിക്കട്ടെ. കാർ ആക്സിഡന്റുകൾ ഉണ്ടായ ആളുകൾ മരിക്കുന്നുണ്ട്, വഴിയിൽ കൂടെ നടന്നു പോകുന്ന ആളുകൾ മരിക്കുന്നുണ്ട്, രോഗങ്ങൾ വന്ന ആളുകൾ മരിക്കുന്നുണ്ട്, വന അതിർത്തികളിൽ കിടക്കുന്ന ആളുകൾ മൃഗങ്ങളുടെ ആക്രമണങ്ങൾ കൊണ്ട് മരിക്കുന്നുണ്ട്. പിന്നെ പൂരത്തിന് മാത്രം ആനയെ കൊണ്ടുവന്ന എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അറിഞ്ഞുകൊണ്ട് അപകടം ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അപകടം വരും എന്ന് മനസ്സിൽ അറിവുണ്ടായിട്ടും അത് ഉണ്ടാക്കുക എന്നുള്ളത് നിയമവിരുദ്ധമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. അങ്ങനെ മതവിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾക്കോ പൂരപ്രേമി ആനപ്രേമി എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾക്കോ എക്സെപ്ഷൻ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ലെന്നേ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നാളെ ചില ആളുകൾക്ക് തോന്നും പൂരമാണ്, ആളുകളുടെ നടുക്ക് വെച്ചിട്ട് അങ്ങോട്ട് കരിമരുന്ന് കലാപ്രകടനം നടത്തിയേക്കാന്ന്. അപ്പോൾ അതിനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ എല്ലാത്തിനും കൃത്യമായിട്ടുള്ള മാർഗവും മാർഗനിർദ്ദേശവും ഒക്കെ വേണം. ഇനി മറ്റൊരു വീഡിയോ പ്ലേ ചെയ്യാം. നല്ലൊരാളും പുറകിൽ ഒരു ആനയും നല്ല കാറ്റും അല്ലെ കുഞ്ഞുമോൻ ചേട്ടാ? നല്ല ഭഗവാനും. അതെ, നാരായണക്കുട്ടീനെ വഴി നടത്തുന്നത് കുഞ്ഞുമോൻ ചേട്ടനാണ്. 5 വർഷമായിട്ട് കൂടെ ഉണ്ട് അല്ലെ? ഓക്കെ, പറയൂ എന്തൊക്കെയാ നാരായണക്കുട്ടിയുടെ പ്രത്യേകതയാണ്? നല്ല സ്വഭാവമാണ്, ശാന്ത സ്വഭാവമാണ്. പിന്നെ നീരിൽ വേറൊരു രീതിയാണ്. വേറൊരു നാരായണക്കുട്ടിയാണത്. നീര് വേറൊരു ആനയാണ്. നീര് കഴിഞ്ഞ് അഴിക്കുന്നതോടുകൂടി അതിന്റെ സ്വഭാവം മാറും. പിന്നെ ഒരു കുഞ്ഞിലെ വന്ന ആനയാണ്. അപ്പൊ അതിനൊരു ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ആ സ്വഭാവം അനുസരിച്ച് നമ്മൾ അതിനെ കൈകാര്യം ചെയ്താലേ എല്ലാ കാര്യത്തിനും ഇപ്പൊ മറ്റുള്ള ആനകൾ നമ്മളുമായിട്ട് സഹകരിക്കണമെന്നില്ല. അപ്പൊ ആ കാര്യം വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി നമ്മൾ അതിനെ കൈകാര്യം ചെയ്താൽ ഒരു കുഴപ്പമില്ല. പണിക്ക് കുഴപ്പമില്ല, പരിപാടിക്ക് കുഴപ്പമില്ല, വെള്ളത്തിലൊരു കുഴപ്പമില്ല, ആന കഴുകുന്നതിനൊരു കുഴപ്പമില്ല. ഇപ്പൊ വെറുതെക്കാരൻ വന്ന് കഴിയുമെന്ന് പറഞ്ഞാൽ ആനയ്ക്ക് കുഴപ്പമില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ച് തിന്നുന്ന കാര്യത്തിൽ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് വേണമെന്ന് മാത്രമേ ഉള്ളൂ.
അല്ലാതെ ഇനിയിപ്പം പുറത്തുനിന്ന് കൊടുത്താലും കൈ മേടിച്ച് ആരും മേടിച്ചു അത് കഴിച്ചു കഴിക്കും. പിന്നെ ഉത്സവത്തിന് പോയാൽ ആനയ്ക്ക് ഉത്സവപ്പറമ്പിൽ വിളക്കാരനോടോ അല്ലെ മറ്റുള്ള ആനകളെ കൂട്ടാനെ കുത്തുന്നതോ അല്ലെ ഒരാളെ ഓടിക്കണമെന്നോ അല്ലെ ഉത്സവപ്പറമ്പിൽ വിളക്ക് തട്ടിക്കളയണമെന്നോ അങ്ങനെയുള്ളൊന്നും പ്രശ്നങ്ങളൊന്നും ആനയ്ക്കില്ല. ആനയെ സമ്മതിച്ചില്ല. പിന്നെ അതിനൊരു രീതിയുണ്ട്, അതനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്തു പോകും. മരണപ്പെട്ട പാപ്പാൻ കുഞ്ഞുമോന് ആദരാഞ്ജലികൾ അർപ്പിച്ച് ആനപ്രേമികളുടെ പൂരപ്രേമികളുടെ പേജിലിട്ട ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ കാണുന്ന സമയത്ത് അതിനകത്ത് എപ്പോഴും അദ്ദേഹത്തിനൊരു പേടിയുണ്ട്. ആന നല്ല സ്വഭാവമാണ്, നീര് വന്നു കഴിഞ്ഞാൽ ആനയുടെ സ്വഭാവം മാറും. അതേപോലെ മറ്റാനകൾ കാണിക്കുന്നത് പോലെയുള്ള ചില കുറുമ്പൊന്നും കാണിക്കാറില്ല. അപ്പം മറ്റാനകൾ ഉത്സവപ്പറമ്പിൽ പല കുറുമ്പുകളും കാണിക്കാറുണ്ട്. വിളക്കുകാരനെ തെറ്റിയിടും, വിളക്ക് കണ്ടാൽ പേടിയാണ്, എല്ലാം അറിയാം. എല്ലാം പാപ്പാനും അറിയാം, ഈ ആന എഴുന്നള്ളിക്കുന്ന ആളുകൾക്കും അറിയാം. ഒത്തിരിയധികം ഡേഞ്ചർ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കലാപരിപാടിയാണ് ഈ ആന എഴുന്നള്ളിക്കുക എന്നുള്ളത്. പാപ്പാനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത മാർഗ്ഗമാണ്. പലപ്പോഴും ഈ മൃഗങ്ങളെയൊക്കെ ഇത്തരത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഒരു ചെറിയ കമ്പം മാത്രമേ ഉള്ളൂ. ആ ഒരു കമ്പം കൊണ്ട് ബാക്കിയുള്ള ആളുകളുടെ ആസ്വാദനത്തിന് വേണ്ടി പണിയെടുക്കാനായിട്ട് വിധിക്കപ്പെട്ട ആളുകളാണ്. വേറെ തൊഴിൽ സാധ്യതകളെ കുറിച്ചിട്ടോ സേഫ് എൻവയോൺമെന്റിനെ കുറിച്ചിട്ടോ ചിന്തിക്കാനായിട്ടുള്ള ഒരു പ്രിവിലേജ് ഇല്ലാത്ത പല ആളുകളുമാണ് ഇത്തരത്തിലുള്ള ജോലിക്ക് ഇറങ്ങുന്നത്. പിന്നെ ചില ആളുകളെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. ആനപ്പണിക്ക് ഇറങ്ങി, ആന സ്നേഹം കൊണ്ടിറങ്ങി, ആ ഒരു ആനക്കമ്പം, ആനഭ്രമം, ആനക്കാരനാവാൻ വേണ്ടിയുള്ള ആഗ്രഹം എന്നൊക്കെ പറയുന്നത് ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. IAS കാരനാവാൻ വേണ്ടിയുള്ള ആഗ്രഹം പോലെയോ ഡോക്ടർ ആവാൻ വേണ്ടിയുള്ള ആഗ്രഹം പോലെയോ വേറെ ഏതെങ്കിലുമൊക്കെ സയന്റിസ്റ്റ് ആവാൻ വേണ്ടിയുള്ള ആഗ്രഹം പോലെയോ ഒന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. നമ്മൾ തൊഴിലിന്റെ മാഹാത്മ്യം പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട്. എല്ലാ തൊഴിലിനും മഹത്വമുണ്ട്. പക്ഷേ ഒരാൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു തൊഴിലാണ് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ മഹത്വവൽക്കരിച്ചിട്ട് കാര്യമില്ല. അവർ അറിയാതെയാണ് ചൂഷണ വിധേയരായി മാറുന്നത് എന്നുണ്ടെങ്കിലും അവിടെയുള്ള റിസ്കുകളെ മനുഷ്യത്വമുള്ള ആളുകൾ, പോളിസി മേക്കേഴ്സ് കൺസിഡർ ചെയ്യേണ്ടതാണ്. ഈ ആസ്വാദനമുള്ള ആളുകൾ, കമ്പമുള്ള ആളുകൾ, പ്രിവിലേജഡ് ആയിട്ടുള്ള ആളുകൾ ഈ പൂരമൊക്കെ കഴിഞ്ഞിട്ട് ആനയുടെയൊക്കെ 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആനവാലൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചിട്ട് അവരവരുടെ സേഫ് എൻവയോൺമെന്റിലേക്ക് പോകും. അവരുടെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കും. അവരാരും വന്നിട്ട് നിങ്ങളോട് റിസ്ക് ഷെയർ ചെയ്യില്ല. ഈ പാപ്പൻ മരണപ്പെട്ടു. ആനയുടെ സ്വഭാവം ഒന്ന് മാറിയ സമയത്ത് ആന താൻ മെരുങ്ങിയ ഒരു ജീവിയാണ് എന്ന് ചിന്തിക്കാതെ ആനയായിട്ട് അങ്ങ് പെരുമാറി. പല ആളുകളും പറയും ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയത്തില്ല എന്നുള്ളത്. ആനയ്ക്ക് ആനയുടെ വലിപ്പമൊക്കെ അറിയാം. പിന്നെ എല്ലാ ജീവികളും അതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടി ചില മെരുക്കമൊക്കെ അങ്ങ് നേടും. മനുഷ്യന്മാരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഭക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അടി കിട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, വേദനിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ മതപ്പാട് ഇളകുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വന്യത പുറത്തേക്ക് ഇറക്കും. ഈ വന്യജീവികളെ മെരുക്കിയെടുക്കുമ്പോൾ ചില ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സുഖത്തിന്റെ ഷെയർ പറ്റുകയാണ്. ഒരു വലിയ ജീവി ഇങ്ങനെ ചങ്ങലക്കിട്ട് നിർത്തുമ്പോൾ ഈ സൈക്കോകൾക്ക് ഒരു ആനന്ദമൊക്കെ കിട്ടും. കാരണം തങ്ങളെന്തോ വലിയ കാര്യം ചെയ്തല്ലോ, തങ്ങളൊരു വലിയ ജീവിയെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ്. എന്നാൽ ആനപ്പാപ്പന്മാരെന്ന് പറയുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർക്കറിയാം തങ്ങളുടെ ചോറ് കൊലച്ചോറാണ് എന്നുള്ളത്. പക്ഷെ ഇതിനെ നിർത്തുമ്പോൾ ചില ആളുകൾക്കുള്ളിൽ ഒരു ഉത്തേജനം കിട്ടും. ആ ഒരു ഉത്തേജനത്തെ നമുക്ക് ആനപ്രേമം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത്ര വലിയൊരു ജീവിയുടെ നിസ്സഹായാവസ്ഥ കണ്ട് ആസ്വദിക്കുന്ന മനുഷ്യക്കുഞ്ഞുങ്ങൾ വെറും നിസ്സാര ജീവിയായിട്ടുള്ള ഒരു മനുഷ്യനെ കെട്ടിയിട്ട് ശരീരം കോമ്പസ് കൊണ്ട് വരഞ്ഞ് ആ ഒരു ചോര കണ്ട് ആസ്വാദനം കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വലിയ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു സംഗതി ഫീൽ ചെയ്യാനായിട്ട് പറ്റുക? As the elephants were paraded, the Animal Welfare Board of India team pointed out to NDTV elephants with injuries from chains. In some cases, the injuries were covered with black paint. Basically, there are the wounds on the legs and there is a wound on the hip, and intentionally they basically hide it with using the black substance. If there is any animal, even we can say the elephant, if they have the wounds and anything, he should not be the fit for any function. They refuse to allow us to go near the elephants and check them, and totally we were denied permission to do the inspection. The district administration claims it issued fitness certificates to all 68 elephants after an inspection by a team of doctors. Through the frenzy, there were heard anti-media slogans for questioning the massive scale of the Trishul Puram just days after the Kollam temple fire tragedy. മനുഷ്യൻ ക്രൂരന്മാരായി മാറുന്നു, മനുഷ്യന് മനുഷ്യത്വമില്ല എന്നൊക്കെ വിലപിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതിയുണ്ട്. ഇതുപോലെ നമുക്ക് ഒരാവശ്യമില്ലാത്ത ചില സൈക്കോ ആനന്ദങ്ങളെയെങ്കിലും ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ചങ്ങലക്കിട്ട് സ്ഥിരമായി പീഡിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയൊക്കെ സ്ഥിരമായി കണ്ട് ആസ്വദിക്കുന്ന ആ ഒരു കാര്യമൊക്കെ ഒഴിവാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാറ്റമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആനപ്രേമികൾ വന്നിട്ട് ന്യായം പറയുന്ന ഒരു സംഗതിയാണ്, നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അത് ക്രൂരതയല്ലേ? അവിടെ പോലും കൃത്യമായിട്ട് ലോകത്താകമാനം പിന്തുടരുന്ന ചില രീതികളുണ്ട്. ഒരു ജീവിയെ എത്രയും വളരെ പെട്ടെന്ന് വേദന അറിയാതെ കൊന്ന് കഴിക്കുക എന്നുള്ളതാണ് ഭക്ഷണമാക്കുന്ന സമയങ്ങളിലൊക്കെ അവലംബിക്കുന്ന ഒരു രീതി. അതേപോലെ തന്നെ വന്യജീവികളെ ഭക്ഷണമാക്കാറില്ല. നമ്മൾ വളർത്തി ബ്രീഡ് ചെയ്തെടുക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി എടുക്കുന്ന
ഒരു കൂട്ടം ആളുകളെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. നിലനിൽപ്പിന് വേണ്ടി ജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാറുണ്ട്, വേട്ടയാടാറുണ്ട്. നിലനിൽപ്പിന് വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള അക്രമമൊക്കെ കാണിക്കുക. പ്രപഞ്ചം ആരുടെ സ്വന്തമൊന്നും അല്ലല്ലോ. എല്ലാ ജീവികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സർവൈവ് ചെയ്യാനായിട്ടുള്ള അടവുകളൊക്കെ ഉപയോഗിച്ച് ജീവിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യമുണ്ട്. ചിലപ്പോൾ ഹ്യൂമൻ അതേപോലെ തന്നെ ആനിമൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവും. അതിലേതെങ്കിലും ഒരാൾ വിജയിക്കും. അതൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ്. നിലനിൽപ്പിന് വേണ്ടിയുള്ള ഫൈറ്റാണ്. അപ്പോൾ അതിൽ ഒരാളെ, അതിപ്പോൾ മനുഷ്യനെ ആണെങ്കിലും മൃഗത്തെ ആണെങ്കിലും, നമ്മളൊരു ആസ്വാദനത്തിന് വേണ്ടി, നിലനിൽപ്പിന്റെ ഭാഗമല്ലാതെ വെറും ഒരു ആസ്വാദനത്തിന് വേണ്ടി കൊണ്ടുവന്ന് പീഡിപ്പിക്കുക എന്ന് പറയുന്നത് അത് തികച്ചും ഈ ഒരു പ്രപഞ്ചത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു സംഗതിയാണ്. വേറെ വലിയ വിശാല മനസ്കതയിലൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ആഹരിക്കാൻ വേണ്ടിയോ പ്രതിരോധത്തിന് വേണ്ടിയോ നിങ്ങൾ കാണിക്കുന്ന ഒരു കാര്യത്തെ കൺസിഡർ ചെയ്യുന്നത് പോലെയല്ല ആസ്വാദനത്തിന് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു തോന്നിയാസത്തെ കൺസിഡർ ചെയ്യുന്നത്. മറ്റുള്ള ആളുകളുടെ ജീവന് ഭീഷണിയാണ്. പിന്നെ റിസ്ക് എടുത്തിട്ടാണ് ആളുകൾ അങ്ങടേക്ക് പോകുന്നത്. അമ്പലത്തിലേക്ക് ആനകളെ കൊണ്ടുവരുന്നു. അതിൻ്റെ എണ്ണം പറഞ്ഞ് ആളാവാനായിട്ട് കമ്മിറ്റിക്കാർ മുന്നോട്ടേക്ക് വരുന്നു. ആനക്കൂട്ടിൽ കെട്ടാൻ വേണ്ടി വലിയ പിരിവുകൾ നടത്തുന്നു. ഏറ്റവും കൂടുതൽ പണം കൊടുത്ത ആളുടെ പേര് അവിടെ എഴുതി വെക്കുന്നു. ആനയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. ഇത്തരത്തിൽ മിണ്ടാപ്രാണികളെ എഴുന്നള്ളിച്ചെങ്കിൽ മാത്രമേ ഭക്തി വരത്തുള്ളൂ എന്ന് ചിന്തിക്കാത്ത ആളുകൾ ഇത്തരത്തിലുള്ള ഉത്സവങ്ങളൊക്കെ ബഹിഷ്കരിക്കുകയാണ് വേണ്ടത്. വിദേശികൾ വരും മറ്റേ തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി. നമ്മൾ നമ്മുടെ എക്സിസ്റ്റൻസ് നോക്കുക, നമ്മൾ നമ്മുടെ ഒരു മര്യാദ, നമ്മുടെ സഹജീവി സ്നേഹം അവിടെ കാണിക്കുക. വിദേശികൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് മനുഷ്യത്വ വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ സഹജീവി സ്നേഹമില്ലാതെയോ പെരുമാറാൻ പറ്റുമോ? അതൊക്കെ എന്നാ ഒരു വാദമാണ്. കോടതിയിലൊക്കെ പോയി വാദിക്കുന്ന ഇത് മറ്റേ യുനെസ്കോയുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. വീഡിയോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി.